പോസ്റ്റൽ ബാലറ്റ് വോട്ട് എണ്ണി തുടങ്ങിയിട്ടുണ്ട്, വോട്ടെണ്ണി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫലസൂചനകൾ വരുന്നില്ല. അതിനർത്ഥം എന്താണെന്നാണ് നിഷാദ് കരുതുന്നത്? ഇന്ന് ഫലം കുറച്ച് വൈകാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ ഫലം വൈകിയേ വരൂ, അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നത് വൈകും എന്ന് ഒന്നാമത് നേരത്തെ ബീഹാറിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷേ തേജസ്വി യാദവ് എന്ന RJD നേതാവ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാ ഫലസൂചനകളും വൈകിയേ വരൂ, അതിന് പിന്നിൽ ആ അട്ടിമറി സാധ്യതയുണ്ട് എന്ന ആരോപണം അവരുന്നയിക്കുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അജിംസ നമുക്കറിയാം, സമീപകാലത്ത് കേട്ടുള്ള ഏറ്റവും വലിയ അസാധാരണത്വങ്ങളിൽ ഒന്നാണ് കണക്കുകൾ വൈകി പുറത്തുവിടുക എന്നത്. സാധാരണ നിലയ്ക്ക് പോളിംഗ് കഴിഞ്ഞാൽ പോളിംഗിന്റെ വിവരങ്ങൾ വൈകാതെ അപ്ഡേറ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറ്റേ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആദ്യ ഫലസൂചന വന്നു കഴിഞ്ഞിരിക്കുന്നു. NDA 2 ഇന്ത്യ സഖ്യം 3 ലീഡ് ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ ഫലസൂചന. പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ 3 ഇന്ത്യ സഖ്യവും 2 NDAയും മുന്നേറുകയാണ്. അതാണ് ആദ്യത്തെ ലീഡ്, ഫസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. ഇതിൽ ഈ അതേഴ്സ് എന്ന് പറയുന്ന കോളത്തിൽ ഒരുപാട് പാർട്ടികളുണ്ട്, അവയിലും വോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോസ്റ്റൽ വോട്ടുകളിൽ ഇന്ത്യ സഖ്യം 3 NDA 2 എന്നുള്ളതാണ് ആദ്യ ഫലസൂചന. പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യമാണ് മുന്നേറുന്നത്. ശരി, ആദ്യത്തെ ഫലസൂചന നിശ്ചയമായും ഇന്ത്യ സഖ്യത്തിന് ആശ്വാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷെ അതിന് തുടർച്ച ഉറപ്പാക്കുക എന്നത് പ്രധാനം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുന്നത്. ഹരിയാനയുടെ കഥ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓർമ്മയുണ്ടാവും. പോസ്റ്റൽ ബാലറ്റ് എന്തായിരുന്നു? പോസ്റ്റൽ ബാലറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ടോട്ടൽ ട്രെൻഡ് പ്രതീക്ഷിച്ചു. പക്ഷെ നേരെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അപ്പുറത്തേക്ക് പോയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീണു പോവുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് BJP അധികാരത്തിലേക്ക് വരാനുള്ള കണക്കുകളിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. എന്തായാലും ആദ്യത്തെ ലീഡ് ഇന്ത്യ സഖ്യത്തിനാണ് 3-2. ഈ കണക്കിന്റെ ഒരു തുടർച്ച നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ്. ഒന്നാമത് ഇന്ത്യ സഖ്യം 3 NDA 2 എന്ന് പറഞ്ഞാൽ നാരോ മാർജിൻ മാത്രമേ ഉള്ളൂ. ഈ നാരോ മാർജിനിലുള്ള ഒരു ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സങ്കീർണമായ മാറിയും മറിഞ്ഞും ഏറിയും കുറഞ്ഞും കയറിയും താഴ്ന്നുമുള്ള പോക്കായിരിക്കുമോ ഈ കൗണ്ടിങ്ങിന്റെ പോക്ക്? അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം ഉദ്വേഗജനകമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ഡേയിൽ നമ്മൾ ഇരുന്ന് ഓർമ്മയുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുന്നതിന് സൂചന പോലും കാണിച്ചു. അത്രയും ഉദ്വേഗത്തിന്റെ അതിന്റെ പീക്കിലേക്ക് അത് പോയിരുന്നു. അത് ബീഹാറിൽ ഉണ്ടാവും നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ബീഹാറിൽ ഈ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷവും തേജസ്വിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ കോൺഫിഡൻസ് കുറവൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കുറച്ചൊന്ന് ഉദ്വേഗജനകമായ നമ്പറുകളുടെ ഒരു തുടർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇത് പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കാണ്. പോസ്റ്റൽ ബാലറ്റ് നമ്പർ കുറവായിരിക്കും. ഇനി മെഷീൻസ് വരാൻ പോകുന്നുള്ളൂ. 243 എന്ന കണക്ക് സ്ക്രീനിന്റെ വലതുവശത്ത് കണ്ടേക്കുക. 243 120 എത്തുകയാണ് പ്രധാനം. അതാരെത്തുന്നു എന്നതിലേക്കാണ് നമ്മൾ വേഗത്തിൽ പോകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ വന്നു തുടങ്ങാൻ വരാൻ താമസമെടുക്കും, അപ്ഡേറ്റ് ആവാൻ താമസം ഉണ്ടാവും. അതേഴ്സിന്റെ കോളത്തിൽ 1 വന്നു കേട്ടോ. 2, 3, 1 എന്നാണ് ഇപ്പോൾ ആദ്യത്തെ ലീഡ്. മഹാസഖ്യത്തിനാണ്, മഹാഗഡ്ബന്ധനാണ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അജിംസി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വരാനുള്ള വൈകലിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തന്നെ വരുന്നില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് മൊത്തം പോൾ ചെയ്ത വോട്ട് എത്രയാണെന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല. നേരത്തെ മുമ്പത് എല്ലാ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് അവർ ഒരു ടോട്ടൽ ടാലി പുറപ്പെടുവിക്കുമായിരുന്നു. ഇപ്പോൾ വരുന്നത് ശതമാന കണക്ക് തന്നെ അതേ ദിവസങ്ങളിൽ പുറത്തു വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് നിഷാദ്, എനിക്ക് വല്ലാത്തൊരു തരം ബോറടി തോന്നുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ച് തന്നെ രാജ്യം ഒട്ടാകെ ചോദ്യം നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള സിദ്ധാന്തങ്ങളും തിയറികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനോളം അപ്സേഡ് ആയിട്ടുള്ള മറ്റെന്ത് കാര്യമാണുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും അതൊക്കെ പോട്ടെ. പക്ഷെ ഇവിടെ വോട്ട് എണ്ണുന്നുണ്ട്, വോട്ട് പെട്ടിയിൽ വീണിട്ടുണ്ട്. അത് വോട്ട് എണ്ണി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് കണക്കുകൾ നോക്കാം. മഹാഗഡ്ബന്ധൻ ഈ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, അതായത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ചിലപ്പോൾ ഹരിയാനയുടെ കാര്യം രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിലെ എന്താ പറയുക ക്രമക്കേടുകളിലൂടെയാണ് കോൺഗ്രസിന്റെ വിജയം തകർത്തത് എന്ന് അദ്ദേഹം പറയുന്നു. ആകെ 1,18,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഹരിയാനയിൽ കോൺഗ്രസ്, മൊത്തം എൻറ്റയർ സ്റ്റേറ്റിലെ വ്യത്യാസത്തിലാണ് അവർ തോറ്റുപോകുന്നത്. അതിൽ 8 മണ്ഡലം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ 8 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ തോറ്റത് 36 വോട്ടിനാണ്. പരമാവധി തോറ്റത് 4,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോയത്. ആ മണ്ഡലങ്ങൾ പോയതോടെ കോൺഗ്രസിനോട് ഭരണം നഷ്ടപ്പെട്ടു. അപ്പൊ BJP ഫോക്കസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. സംസ്ഥാനം ആകമാനം വോട്ടുകളുടെ കാര്യത്തിൽ ഒരു തിരിമറി കൊണ്ടുവരിക എന്ന പ്ലാനൊന്നും അവർക്കില്ല. അവർക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പണികൾ എവിടെ എടുക്കണോ അവിടെയാണ് എടുക്കുക. അപ്പൊ ഇവിടെ മഹാഗഡ്ബന്ധന്റെ പ്രതീക്ഷ BJPക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇന്ന പോയിന്റുകൾ ഇന്ന പണികൾ എടുത്താൽ ഈ വിജയം ഉറപ്പാക്കാൻ പറ്റും. ആ കാൽക്കുലേഷന് ഒരു നമ്പർ അവർ കണക്കൂട്ടിയിട്ടുണ്ട്. ആ നമ്പർ മതി മറികടക്കാനെന്ന്. പക്ഷെ ആ നമ്പറിനെയും മറികടക്കാൻ കഴിയും വിധത്തിൽ
10% ആളുകൾ വന്ന് വോട്ട് ചെയ്തത് BJP സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കണക്കുകൂട്ടലിനെ മറികടക്കാൻ കഴിയും വിധത്തിൽ ജനങ്ങൾ വല്ലാതെ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു കാൽക്കുലേഷനാണ് ഇവിടെ മഹാഗഡ്ബന്ധനം ഉള്ളത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ 10% അധികം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വന്നു. അവർക്ക് എല്ലാവരുടെയും കയ്യിൽ മഷിയുണ്ട്. വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പല ആളുകളും അവിടെ നിന്ന് അറിയിക്കുന്ന കാര്യം വന്നവർക്കെല്ലാം വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന പ്രശ്നവും കൂടി അവിടെ നിന്ന് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കണക്കിൽ 10% വോട്ട് കൂടുകയും 10% വോട്ട് കണക്കിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ജെന്യുവൻലി ഓരോ വ്യക്തിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലെ വോട്ടുകൾ പലപ്പോഴായി കാണുന്നതാണ്. 7 ബൂത്തിലും പോയി വോട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്ത് പ്രസിദ്ധീകരിച്ച BJP അനുഭാവിയെ കണ്ടിട്ടുണ്ട്. അവിടെ ആ പോളിംഗ് ഓഫീസർ ഒരാളെ നിർബന്ധിതമായി കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ SP-ക്കാണ് വോട്ട് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞ ആളെ വോട്ട് എന്തിനധികം പറയുന്നു. ബീഹാറിൽ ഈ തവണ വോട്ട് കഴിഞ്ഞപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഞാൻ ബീഹാറിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അവർ പലരും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലും ഡൽഹിയിലും ഒക്കെ വോട്ട് ചെയ്തവരാണ്. അതായത്